തൊട്ടാവ നീ വിട്ടേ 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 ഇരിക്കാം കേളിനി. ഓ 400 മതി. Ladies and gentlemen, welcome to your favorite tech channel. എല്ലാം പോയി. കോൾമി ഷസാമിൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി കാണും നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം അൺബോക്സ് ചെയ്തിട്ട്. സോ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഫുൾ ഓൺ പരിപാടി നമ്മൾ ദുബായിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദുബായിലാണ് നമ്മുടെ നോഡ് അണ്ണൻ ഉള്ളത്. അവന് ടിക്കറ്റിന് കാശ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇതിനുള്ള ഇതിൻ്റെ അവരൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചേഞ്ചിനുള്ള സാധനം ഞാൻ ദുബായി പോയിട്ട് കൊടുത്തോളാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നോർഡിൻ്റെ 4ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. 3+ Gen 3 7+ Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 8GB 256ഉം 6GB 256 6GB 128. 6GB 128 ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ആ സാധനം 30,000 രൂപയേ ഉള്ളൂ. 128GB UFS 3.1 ആണ്, 4.0 അല്ല. ബിക്കോസ് 128GBയുടെ ഇത് UFS 4.1 എഡിഷൻ ആരും ഇറക്കുന്നില്ല. ബിക്കോസ് സാംസങ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണെന്നുള്ളതുകൊണ്ട് അവർ 256 തൊട്ടാണ് UFS സ്റ്റോറേജ് 4.0 തരുന്നത്. എന്തിനാണെങ്കിലും ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നോഡിൻ്റെ മറ്റേ ഒരു സിഗ്നേച്ചർ ടീൽ കളറും കറുത്ത ഇതിൽ നോഡെന്ന് എഴുതിയിരിക്കുന്ന പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. എന്തിനാണെങ്കിലും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് കാര്യം ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ചോട്ടെ. ടു ദ OnePlus കമ്പനി, ഐ നോ for cutting the cost and bringing out a really nice phone, you have done a very bad thing in this phone. Would like to suggest that don't do this on your flagship phone, because everybody choose OnePlus because of your ad-free software experience and no bloatware. So please don't bring all these stuff into the flagship. There is no difference between a OnePlus device and Realme device. So if you want the people to buy your products, you go to your roots. You stick to your roots, which is no bloatware, no ads. You give clean software experience. So it is a request from a techie, because I have been using OnePlus for a very long time. After using the iPhone, I switched to OnePlus 5T, which was a great phone. After that, you have adapted ColorOS, but again, I was okay with it because there was no bloatware and ads. But right now, the scene has changed. You are saying that it is for the cost cutting, but I have 2 problems with that also, that we will talk in the full review. Don't destroy your brand. Your brand has a value, and if that value is because why the value exists is because there is no bloatware and ads. That's why your very stupid phone Nord C Lite series has been selling like a hot cake. Under 20,000, there is only that phone which doesn't have any of. Well, there are other phones also, but OnePlus has a flagship name. Now you are destroying it. So don't follow the carrot like a jackass. Have a personality. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അൺബോക്സ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് മെറ്റാലിക് എന്തൊരു കളറുണ്ടല്ലോ, അതാണ്. എനിക്ക് ആ കറുപ്പും പച്ചയിലും എനിക്കിഷ്ടപ്പെട്ട ആ മെറ്റാലിക് കളറാണ്. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഒന്നും പറയാമല്ലോ കേട്ടോ, അടിപൊളി ലുക്ക്, ഒന്നും പറയാമല്ലോ, സൂപ്പർ. ഓഹോ, ഇത്രയും സൈസുള്ള പെട്ടിയാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് ചാർജറുണ്ട്, നമുക്ക് ക്ലോസ് ആയിട്ട് പിടിക്കാം കേട്ടോ. തുറന്നിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ടിൽ കേസുള്ള മറ്റേ സാധനം. ഇതിൻ്റെ അകത്ത് ഒരു കേസ് കാണും, ട്രാൻസ്പെരൻറ്റ്. കൊള്ളാം, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വരൂലേ? ടൈപ്പ് എ ടു ടൈപ്പ് സി PD ചാർജർ അല്ല. ഈയിടെ PD ചാർജർ എന്തിനാ കൊടുക്കാത്തത്? ഇത് PD ചാർജർ ഇത്രയും വലിയ സാധനമാണ്. എത്ര 80 വാട്ടാണ്? 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ കാണത്തുള്ളൂ. അതായത് 100 വാട്ട് കാണും, എനിക്കറിയണം കേട്ടോ, അത് ചെക്ക് ചെയ്യണം. എന്തായാലും 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ, കണ്ടല്ലോ, സൂപ്പർ വൂക്ക് ചാർജറാണ് നമുക്ക് പെട്ടിയിനകത്ത് വരുന്നത്.
100 വാട്ടിൻ്റെ. പക്ഷേ PD ചാർജർ കൊടുക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞ സംഭവമാണ്. അവരെന്തിനാ ചെയ്യട്ടെ, അവരെ പാടായി. ഒരു നൊമ്പരം കഴിഞ്ഞു. നമുക്കിവിടെ OnePlusൻ്റെ എന്തൊരു കേബിൾ കാർഡ്, പിന്നെ എന്തൊരു കുറച്ച് സ്റ്റിക്കറും പരിപാടികളും, ബുക്കും പേപ്പറും, ലവ് ലെറ്ററും, ഇതാണ് നമുക്ക് കിട്ടണ കേസ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് പക്ഷേ മഞ്ഞ കളറാവും, അങ്ങനത്തെ കേസാണ്. മഞ്ഞ കളർ ആവണ കേസാണ്. സോ വേറെ വല്ല കേസും വാങ്ങിച്ചിടുക. സോ ഇതൊക്കെയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. ലെറ്റ്സ് പൊളിച്ചെടുക്കൽ ദിസ്. ഫ്രണ്ട് ഡിസ്പ്ലേ, അരെ വാ, ക്യാ ബാത്ത് ഹേ, ബ്യൂട്ടിഫുൾ ഹേ, സൂപ്പർ ഹേ. ഹേറ്റേ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയിട്ട്. സീ മാഗി, ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഫോൺ ലുക്സ്. ഇതിൻ്റെ ഫീൽ ഒരു രക്ഷയില്ല കേട്ടോ. മൊത്തം മെറ്റലും ഈ ഒരു ഭാഗം മാത്രം ഗ്ലാസ് ആണ്. സോ ഇവിടെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റും സ്മഡ്ജസും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഒരു രക്ഷയില്ലടേ, നല്ല കിട്ടില്ല സാധനം കേട്ടോ. ഇവിടെ നമുക്ക് മറ്റേ ഇതൊക്കെ വരണുണ്ട്, എന്തൊരു അലേർട്ട് സ്ലൈഡർ ഉണ്ട്, ഒരു ഓറഞ്ച് കളർ ആക്സെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ നൈസ് ടച്ച് ടു ദാറ്റ് വിച്ച് ഇസ് ആക്ച്വലി നൈസ്. സോ ഇൻ ഹാൻഡ് ഫീൽ ഇസ് നെക്സ്റ്റ് ലെവലടെ, അടിപൊളി. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ ടെക്സ്ചറും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളി. പക്ഷേ നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനത്തെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ടെന്ന്, പക്ഷേ ഇല്ല. ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, ക്ലീൻ ആയിട്ടുള്ള ബാക്കാണ്, ടെക്സ്ചറൊന്നുമില്ല. ഇതാണ് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി, 8 മെഗാ പിക്സലിൻ്റെ ഒരുത്തന്മാരും യൂസ് ചെയ്യാത്ത മറ്റേ അൾട്രാ വൈഡും. ഇവിടെയൊക്കെയാണ് എനിക്ക് പ്രശ്നം. ഇവന്മാർ അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റായ സോഫ്റ്റ്വെയറിനെ അവർ സാക്രിഫൈസ് ചെയ്തിട്ടും ഒരു 3x ക്യാമറയോ ഒരു 4K വീഡിയോ റെക്കോർഡിംഗ് ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറ പരിപാടിയോ USB 3.1 കൊടുത്തില്ല എന്നുള്ളതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇവർ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് അപ്പോൾ പിന്നെ ഇതൊക്കെ കൂടെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഞാൻ പറയില്ല, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈയിങ് എ OnePlus ആൻഡ് റിയൽമി. ഇതിപ്പോൾ നോർഡിൽ മാത്രം, ഈ ഒരു ഡിവൈസിൽ മാത്രമല്ല, നമ്മൾ റിവ്യൂ ചെയ്ത നോഡ് CE4 ഇതൊരായിട്ടും ബ്ലോട്ട് വെയർസോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളെ ഫ്ലാഗ്ഷിപ്പിൽ ഇത് കൊണ്ടുവരരുത്, നിങ്ങൾക്ക് തന്നെ പണിയാണ്. ഒന്ന് ആലോചിക്കുക, ഒരു റിവ്യൂവേഴ്സ് എല്ലാവരും, അല്ലെങ്കിൽ അവരെയൊക്കെ വാടപ്പിക്കണം. എല്ലാവരും പറയാണ് ഇതിൻ്റെ അകത്ത് ബ്ലോട്ട് വെയർസും ആഡ്സും ഉണ്ട്, നിങ്ങൾ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈയിങ് എ റിയൽമി ആൻഡ് OnePlus എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മളായിട്ടുണ്ടാക്കിയ ഒരു ഇതുണ്ടല്ലോ, ഒരു OnePlus, അത് പോവും. അവസാനം അവിടെ അത് പോയതിന് ശേഷം കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം ഞാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. എനിക്ക് ദർ ഇസ് നത്തിങ് എൽസ് ടു സേ ഹിയർ. ആൻഡ്രോയിഡ് ഡിവൈസ് എല്ലാം സ്കിപ്പ്, ഇതും സ്കിപ്പ് കോല സ്കിപ്പ്, നല്ലൊരു സ്കിപ്പ്, ജോയിൻ സ്കിപ്പ്, ഓട്ടോ അപ്ഡേറ്റ്, ഗ്ലോബൽ സെർച്ച് ഓഫ്, ക്വിക്ക് കണക്ട് എനേബിൾ ഡിവൈസ് ഡിസ്കവർ വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാനത് ഓഫ് ചെയ്യും. സ്മാർട്ട് സജഷൻസ് ഓഫ്, VDC സർവീസ് കേപ്പബിൾ ഫേമസ് കൺവേർട്ട് നിയർ ബൈ ഡിവൈസസ് ഇൻറ്റു വെർച്വൽ ഹാർഡ്വെയർ റിസോഴ്സസ് ഫോർ സെൻട്രൽ ഡിവൈസസ്, യൂസർ എക്സ്പീരിയൻസ് പ്രോഗ്രാം ഓഫ്, സിസ്റ്റം സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഓഫ്, എല്ലാം ഓഫ് ചെയ്തോട്ടെ. അതൊക്കെ ഡേറ്റ അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. സ്ക്രീൻ ഇത് മതി ഡിഫോൾട്ട്. ഓക്സിജൻ OS ഇത് വെട്ടിക്കേട്ടെ, ഇനി ഇത് വേണ്ട. ഓക്സിജൻ OS ഒന്നും പറയണ്ട, കളർ OSലോട്ട് മാറി, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓണായിരിക്കുകയാണ് ഗൈസ്. എവിടെയുടെ ആഡ്സൊക്കെ? ഇത് തന്നെ, ഇതാണ് ഗൈസ് നമ്മളാ പറഞ്ഞ സംഭവം. മസ്റ്റ് പ്ലേ മോർ ആപ്സ് എന്നുള്ള 2 സാധനം, ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞ ബ്ലോട്ട് വെയർസ് ആയിട്ട് നമുക്കിപ്പോൾ OnePlusൽ വരുന്ന സാധനങ്ങൾ. ആൻഡ് ബബിൾ പോപ്പ് എന്നൊക്കെ പറഞ്ഞ കുറേ ഗെയിം, ടൈറ്റിൽ മാച്ച് കുറച്ചേ ഉള്ളൂ. എന്നാലും 3 ആപ്പ്, ഈ 3 ആപ്പും പിന്നെ ലിങ്ക്ഡിൻ, അഗോഡ, മിന്ത്ര, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നെ ചിലവരൊക്കെ മിന്ത്ര യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നല്ലായിരുന്നു നോട്ടിഫിക്കേഷനോട്ടാക്കുക, സോ ദാറ്റ് യു ഗെറ്റ് ദിസ്. എവിടെ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്താലും ഇതൊക്കെ ഓഫ് ചെയ്യാം. ഗൂഗിളിൻ്റെ സാധനമൊക്കെ ഓഫ് ചെയ്യാം. ആൻഡ് സാധനം നല്ല അനിമേഷനൊക്കെ നല്ല ഫ്ലൂയിഡ് കേട്ടോ, നല്ല രസമുണ്ട്. ആഹാ എന്തൊരു അനിമേഷൻ. വാ 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 മനോരഞ്ജിനി, എന്ത് രസം നോക്കിയേ. അവർ നല്ല കിഡിലാക്കി കേട്ടോ അനിമേഷൻ. നൈസ്. ക്യാമറ ആപ്പോ വൈസ്ലി വൈൽ യൂസിങ് ദ ആപ്പ്. ജിങ്ക 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 ജിങ്ക, ഹൈവ.
ഇവിടെ കീഴിൽ ആനിമേഷൻ കേട്ടോ. ആയി വാ, സംഭവം ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി നൈസ്. ഫ്ലാറ്റ് സ്ക്രീനാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അവർ ചെയ്തേക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ആൻഡ് ബെസൽസ് ആർ ലൈക്ക് വെരി ലെസ്. ഒട്ടും ബെസൽ ഇല്ലാത്ത ഫോണാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. നല്ല രീതിയിൽ ഒരു ബെസൽസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. കിട്ടില്ല ഡിസ്പ്ലേ. ആൻഡ് എനിക്ക് ഇൻഹാൻഡ് ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഇതൊക്കെ ഞാൻ എടുത്ത് വിള കളയാറുണ്ട് കേട്ടോ. പെട്ടെ ക്യാമറ ഞാൻ പറയും സെൽഫി വീഡിയോ നമുക്ക് ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലെന്ന്, പക്ഷേ വീഡിയോയിൽ ഇപ്പോഴും 1080p 30 ലോക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയും നിങ്ങൾ സോഫ്റ്റ്വെയറിന് നിങ്ങൾ ഇത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ 4K എന്താ കൊടുക്കാത്തത്? മോട്ടോറോള എഡ്ജ് 50 പ്രോയിൽ 4K ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയ അത് മറ്റേ നത്തിങ് എന്തിരി 2A XL അതിലുണ്ട്. പിന്നെ വേറെ കാസ് നത്തിങ്ങിലാണ് ഇപ്പം അത്യാവശ്യം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ നത്തിങ് എടുക്കുക എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അതേപോലെ ഇതിലൊരു വലിയൊരു ഗംഭീര പരിപാടി എന്ന് പറഞ്ഞാൽ 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലേ, അല്ല 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് ഡീൽ. ആൻഡ് ഐ ഫീൽ എല്ലാ കമ്പനിക്കാരും സെക്യൂരിറ്റി അപ്ഡേറ്റ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ വല്ല ആൾക്കാർ അതായത് പുതിയ വൈറസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ ഡേറ്റ എടുത്തുകൊണ്ട് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റാണ് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നമ്മുടെ പ്രിവസി മാറ്റർ ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് തരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഐഫോണിനത് ഉടനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറയൂലേ, അത് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. സോ എല്ലാ കമ്പനീസും സെക്യൂരിറ്റി അപ്ഡേറ്റ് മസ്റ്റായിട്ട്, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ബഗ് ഫിക്സും സെക്യൂരിറ്റി അപ്ഡേറ്റ് മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബാക്കി നമ്മൾ എന്തായാലും ഈ ഫോൺ ഒന്ന് തറവായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇനി എന്നെ കാണാൻ പോകുന്നത് നിങ്ങൾ ദുബൈയിലായിരിക്കും. ബൈ ഗൈസ്.